മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डात्तिनी निःशेषीकृतरक्तबीजधनुजे नित्ये निसुम्भावहे സുംഭധ്വംസിനി സംഹര സുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യം തുടരുകയാണ്. ദേവിയുടെ അംബികയുടെ ശരീരത്തിൽ നിന്ന് ആ നേത്രങ്ങൾ മുഴുവൻ, മുഖം മുഴുവൻ കറുപ്പ് നിറായി എന്ന് പറഞ്ഞു. മഷീമലിസം ആയി തീർന്നു എന്ന് പറഞ്ഞു. മഷിയുടെ നിറായി, അതായത് കറുപ്പ് വ്യാപിച്ചു മുഖത്ത് മുഴുവൻ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ആ കറുപ്പ് വ്യാപിച്ചതായിട്ടുള്ള മുഖത്ത് നിന്ന് കാളി പുറത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. ഭുറുടീ കുടിലത്തസ്യ ലലാടഫലകദ്രുതം കാളീ കരാളവദന നിഷ്ക്രാന്താസി പാശിനി. ഇനി ഭൃഗുടീ കുടിലാൽ തസ്യ, ഭൃഗുടി കൊണ്ട്, ആ പുരികക്കൊടികൾ കൊണ്ട് കുടിലമായി തീർന്ന ആ വളഞ്ഞ പുരികക്കൊടികൾ, അതുകൊണ്ട് ഇളകിക്കൊണ്ടിരുന്നതായിട്ട് ദേഷ്യം കൊണ്ട് കോപം വന്നു എന്ന് പറഞ്ഞല്ലോ. ആ കോപം കൊണ്ട് കുടിലങ്ങളായിട്ടുള്ള ആ ഭൃഗുടിയിൽ നിന്ന്, പുരികത്തിൽ നിന്ന്, കുടിലാൽ തസ്യാഹ, ആ ദേവിയുടെ ഭൃഗുടിയിൽ നിന്ന് ലലാടഫലകാത്, അങ്ങനെയുള്ളതായിട്ടുള്ള ലലാടഫലകത്തിൽ നിന്ന് എന്നുള്ളതാണ്. കുടിലങ്ങളായിട്ടുള്ള ഭൃഗുടിയോടുകൂടിയ വളഞ്ഞിരിക്കുന്നതായിട്ടുള്ള പുരികങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ദേവിയുടെ ലലാടത്തിൽ നിന്ന് ലലാടഫലകാത്, ലലാടമാകുന്ന പലക പോലെയുള്ളതായിട്ടുള്ള നെറ്റിത്തടം എന്നാണ്. നെറ്റിത്തടമാകുന്നൊരു ഫലകത്തിൻ്റെ മാതിരി പറയണം. അപ്പം അങ്ങനെ ആ ലലാടഫലകത്തിൽ നിന്ന്, ദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് കരാളവദന കാളി ദ്രുതം, പെട്ടെന്ന് തന്നെ, അതായത് മുഖമൊക്കെ കറുത്തു എന്ന് പറഞ്ഞു. ആ കറുത്തതായിട്ടുള്ള ആ മുഖത്തിൽ നിന്ന്, ആ ലലാടത്തിൽ നിന്ന്, ദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് കരാളവദന, കരാളമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള മുഖത്തോടു കൂടിയ, കരാളം ഭയങ്കരമായിട്ടുള്ള മുഖത്തോടു കൂടിയ, ഭീകരമായിട്ടുള്ള മുഖത്തോടു കൂടിയ കാളി എന്നുള്ളതായിട്ടുള്ള ദേവി സംഭൂത, അവിടെ നിന്നുണ്ടായി, അവിടുന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. വിനിഷ്ക്രാന്ത, പുറത്തേക്ക് വന്നു. ആ ലലാടത്തിൽ നിന്ന് കാളി ദേവി പുറത്തേക്ക് വന്നു, കാളി ഭഗവതി പുറത്തേക്ക് വന്നു എന്നാണ്. കരാളവദന, കരാളമായിട്ടുള്ള വദനത്തോടു കൂടിയ, അതിഭയങ്കരമായിട്ടുള്ള മുഖത്തോടു കൂടിയ ആ കാളി ഭഗവതി ആ ലലാടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. കരാളവദന എങ്ങനെയാണ്? വിനിഷ്ക്രാന്ത അസിപാശിനി, വാളും പാശവും ഒക്കെ കയ്യിലുണ്ട്. അസിച്ച വാള്, പാശം കയറ്, വീരണപാശം എന്നൊക്കെ പറയും. ആ പാശവും കയറും വാളും ഒക്കെ ആയുധങ്ങൾ ഉണ്ട് ധാരാളം എന്നുള്ളതാണ്. അങ്ങനെ ആയുധങ്ങളോടുകൂടി കാളീദേവി പുറത്തേക്ക് വന്നു, ദേവിയുടെ ലലാടത്തിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നാണ്. ഇനി വിചിത്രഘട്ടു അംഗധര ശിരോമാല വിഭൂഷിത ദ്വീപിചർമ്മ പരീധാന ശുഷ്കമാംസാസ്ഥി ഭൈരവ. ഇനി ദേവിയുടെ കാളിയുടെ വിശേഷണങ്ങൾ തന്നെയാണ്, വിശേഷണങ്ങളാണ് പറയണത്. വിചിത്ര ഘട്ടു അംഗധര, വിചിത്രമായിട്ടുള്ളതായിട്ടുള്ള ആയുധം വിശേഷം തന്നെ പറയണുള്ളൂ. ഘട്ടുഅംഗം എന്ന് വെച്ചാൽ ഒരു ആയുധവിശേഷമാണ്. അങ്ങനെയുള്ളതായിട്ടുള്ളൊരു ആയുധവിശേഷം കയ്യിൽ വെച്ചുകൊണ്ട് വിചിത്ര ഘട്ടുഅംഗധര, വിചിത്രമായിട്ടുള്ള ഘട്ടുഅംഗം എന്നുള്ള ആയുധം പിടിച്ചുകൊണ്ട് ശിരോമാല വിഭൂഷണ, ശിരോമാല കൊണ്ട് ആവുന്ന ആയുധങ്ങളോട് കൂടിയത്. ശിരോമാല എന്ന് വെച്ചാൽ കപാലങ്ങൾ, ശിരസ്, കപാലം, കപാലങ്ങളാവുന്ന ശിരസ് എന്ന് വെച്ചാൽ കപാലത്തിൻ്റെ കപാലത്തിനെയാണ് പറയണത്, ശിരോകപാലത്തിനെയാണ് പറയണത്. ശിരോകപാലം ആകുന്ന മാല ധരിച്ചിട്ടുണ്ട്, കപാലങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ളൊരു മാല അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശിരോമാല വിഭൂഷണ ദ്വീപിചർമ്മ പരീധാന, ദ്വീപികളുടെ ചർമ്മം, ദ്വീപിച്ച പുലിത്തോല് ധരിച്ചുകൊണ്ട്, ദ്വീപിയുടെ ചർമ്മം തോല്, പുലിത്തോല് ധരിച്ചുകൊണ്ട്, പരിധാന വസ്ത്രം ആയിട്ട് പുലിത്തോലാണ് എന്നുള്ളതാണ്. അങ്ങനെ പുലിത്തോല് ധരിച്ചുകൊണ്ട് ശുഷ്ക മാംസ അസ്ഥി ഭൈരവ, ശുഷ്കമായിട്ടുള്ള മാംസങ്ങൾ, അസ്ഥി എന്നിവ കൊണ്ട് ഭൈരവമായിട്ടുള്ള, ശുഷ്കം ച ഉണങ്ങിയ,
ഉണങ്ങിയതായിട്ടുള്ള മാംസങ്ങളും അസ്ഥികളും ഒക്കെ ശരീരത്തിലുണ്ട്. അങ്ങനെയുള്ളതായിട്ട് ശരീരത്തോടു കൂടിയ ഭൈരവ, ഭീകരമായിട്ടുള്ള രൂപത്തോടു കൂടി കാളി ഭഗവതി ദേവിയുടെ നെറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. വിചിത്ര ഖട്വാംഗധര, ഖട്വാംഗം എന്നുള്ളതായിട്ടുള്ള ആയുധം ധരിച്ചുകൊണ്ട് ശിരോമാല വിഭൂഷിത, ശിരസ്സാകുന്നതായിട്ടുള്ള മാലകൾ, കപാലങ്ങളായിട്ടുള്ള മാലകൾ ധരിച്ചുകൊണ്ടും ദീപിചർമ്മ പരീധാന, വ്യാഘ്രത്തോല് ധരിച്ചുകൊണ്ട് വസ്ത്രമായിട്ട് ധരിച്ചുകൊണ്ടും ശുഷ്കമാംസ അസ്ഥി ഭൈരവ, ശുഷ്കങ്ങളായിട്ടുള്ള ഉണങ്ങിയ മാംസങ്ങളും എല്ലുകളും ഒക്കെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് അതീവ ഭീകരമായിട്ടുള്ള രൂപത്തോടു കൂടി ആ ദേവി കാളി ഭഗവതി ദേവിയുടെ അംബികയുടെ നെറ്റിത്തടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. അതിവിസ്താരിവദന ജിഹ്വാചലന ഭീഷണ നിമഗ്ന ആരക്തനയന നാദപൂരിതദിങ്മുഖ, വിശേഷണങ്ങൾ തന്നെയാണ്. വിസ്താരിവദന, വളരെ വലിയതായിട്ടുള്ള വദനം, വായ എന്നുള്ള അർത്ഥത്തിലാണ്. അതിവിസ്തൃതമായിട്ടുള്ള വായയോടുകൂടിയ ദേവി കാളി എന്നുള്ള വിസ്തൃതമായിട്ടുള്ള വളരെ വലുതമായിട്ടുള്ള വായ എങ്ങനെയുള്ളതായിട്ടുള്ള ദേവി എന്നാണ്. വിസ്താരി വദന ജിഹ്വാചലന ഭീഷണ, ജിഹ്വ നാവ്, ആ നാവ് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. നാവ് ആടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നാവ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭീഷണമായിട്ടുള്ള സ്വരൂപത്തോടു കൂടി ഈ ഭീകരത കൂടും നാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നാടിന് എന്നുള്ളതാണ്. ജിഹ്വാ ചലന ഭീഷണ, ജിഹ്വയുടെ ചലനം കൊണ്ട് ഭീഷണയായിട്ട് ഭീകര സ്വരൂപത്തോടു കൂടിയതായിട്ടുള്ള ദേവി. നിമഗ്ന ആരക്ത നയന, നിമഗ്നമായിട്ട് കുഴിഞ്ഞതായിട്ടുള്ള ആരക്തമായിട്ടുള്ള നയനങ്ങൾ, കുഴിഞ്ഞ് രക്തവർണ്ണമായിട്ടുള്ള നയനങ്ങളോടുകൂടി ചുമന്ന നിറത്തിലുള്ളതായിട്ടുള്ള കണ്ണുകളാണ്. അത് കുഴിഞ്ഞുകൊണ്ടാണ് ഈ നിമുഖ ഭീകരത കൂട്ടുകയാണ് ചെയ്യുന്നത്. നിമഗ്ന ആരക്തവത് നയന നാദപൂരിത ദിങ്മുഖ, നാദം കൊണ്ട് ശബ്ദം കൊണ്ട് ദിങ്മുഖങ്ങളെ എല്ലാം പൂരിതമാക്കിക്കൊണ്ട് നിറഞ്ഞുകൊണ്ട്, അതായത് ദിങ്മുഖങ്ങളിലെല്ലാം എത്തുന്നതായിട്ടുള്ള ശബ്ദത്തോടു കൂടി ഗർജിച്ചുകൊണ്ട്, നാദം കൊണ്ട് ശബ്ദം, ആ ശബ്ദം കൊണ്ട് ദിഗ്മുഖങ്ങളെ എല്ലാ ദിക്കുകളെയും ദിക്കുകളുടെ അറ്റങ്ങളെയും ഒക്കെ പൂരിതമാക്കിക്കൊണ്ട് നിറച്ചുകൊണ്ട് ദിഗന്ധങ്ങളിൽ എത്തുന്നതായിട്ടുള്ള ശബ്ദത്തോടു കൂടി ദേവി കാളി ഭഗവതി പുറത്തേക്ക് വന്നു എന്നാണ്. നിമഗ്ന അരക്തനയന നാദപൂരിത ദിങ്മുഖ. ഇനി സാ വേഗേന അഭിപതിതൻ പാതയന്തി മഹാസുരൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷയത തൽബലം. ഇനി സാ, ആ കാളീദേവി വേഗേന, വളരെ വേഗത്തിൽ അഭിപതിതാൻ, തൻ്റെ നേരെ വന്നതായിട്ടുള്ള, അതായത് ദേവിയുടെ അംബികയുടെ നേരിട്ടാണല്ലോ ഇവർ വരണത്. അപ്പം അങ്ങനെ വരുന്നതായിട്ടുള്ള അവിടുന്നാണ് ഈ കാളി ഉണ്ടായതും. അപ്പോൾ കാളിയുടെയും നേരിട്ടാണ് അവർ വരണത് എന്നുള്ളതാണ്. അങ്ങനെ അഭിപതിതന്മാരായിട്ടുള്ള തൻ്റെ നേർക്ക് വരുന്നതായിട്ടുള്ള ആ മഹാസുരന്മാരെയെല്ലാം പാതയന്തി, വീഴ്ത്തിക്കൊണ്ട്, അതായത് തൻ്റെ ആയുധങ്ങളെ കൊണ്ടോ കൈകൾ കൊണ്ടോ ഒക്കെ ഈ നേരിട്ട് വരുന്നതായിട്ടുള്ള അസുരന്മാരെയൊക്കെ തല്ലി വീഴ്ത്തി എന്നാണ്. പാതയന്തി, വീഴ്ത്തിക്കൊണ്ട്, വേഗേന അഭിപതിതാൻ, വേഗത്തിൽ വരുന്നതായിട്ടുള്ള അഭിപതിതന്മാരെ വെച്ചാൽ നേരിട്ട് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നേരിട്ട് വരുന്നതായിട്ടുള്ള മഹാസുരന്മാരെ മുഴുവൻ വീഴ്ത്തിക്കൊണ്ട് സൈന്യേ തത്ര, ആ സൈന്യത്തിൽ, ആ സൈന്യത്തിൽ സുരാരീണാം അഭക്ഷയത തദ്ബലം, സുരാരീണാം തദ്ബലം, സുരാരികളുടെ ദേവന്മാരുടെ ശത്രുക്കളായ ആ ദൈത്യന്മാരുടെ ബലത്തെ, സൈന്യത്തെ, സുരാരീണാം തദ്ബലം, സുരാരികളുടെ സുരാരികൾ എന്ന് വെച്ചാൽ അസുരന്മാരാണ്, സുരന്മാരുടെ ശത്രുക്കൾ അസുരന്മാരുടേതായിട്ടുള്ള ആ ബലത്തെ, തദ്ബലം അഭക്ഷയത, അവരെ മുഴുവൻ ഭക്ഷിച്ചു എന്നാണ്. ആ സൈന്യത്തെ മുഴുവൻ ഭക്ഷിച്ചു ഈ കാളി എന്നുള്ളതാണ്. വളരെ വിസ്തൃതമായിട്ടുള്ള വായയാണല്ലോ. അപ്പോൾ ആ വായിലേക്ക് ഓരോരുത്തരെയായിട്ട് ഇട്ടുകൊണ്ട് ഈ അസുരന്മാരെ മുഴുവൻ ഭക്ഷിച്ചു കാളീദേവി എന്നാണ്. അഭക്ഷയത തദ്ബലം, ആ ബലത്തെ മുഴുവൻ ഭക്ഷിച്ചു എന്നാണ്. ഇനി പാർഷ്ണിഗ്രാഹ അങ്കുശഗ്രാഹ
യൗധഖണ്ഡാസമന്വിതം സമാദായ ഏകഹസ്തേന മുഖേ ചിക്ഷേപവാരണം. ഇനി പാർഷ്ണിഗ്രാഹ അങ്കുശഗ്രാഹ യൗധഖണ്ഡാസമന്വിതം സമാദായ ഏകഹസ്തേന സമാദായ, ഒറ്റ കൈകൊണ്ട് ഒറ്റ കൈയിൻ്റെ ഉള്ളിലാക്കി ഇവരേക്ക് എന്നുള്ളതാണ്. ഏകഹസ്തേന സമാദായ മുഖേ ചിക്ഷേപ വാരണം. ആ വാരണത്തെ, വാരണം എന്ന് പറഞ്ഞാൽ ആന, ഗജത്തെ, ആ ഗജത്തെ വായിലേക്കാക്കി, ഉള്ളിലേക്കാക്കി എന്നാണ്. ഭക്ഷിച്ചു, ആനയെ തന്നെ ഭക്ഷിച്ചു എന്നാണ്. സമാദായ ഏകഹസ്തേന, ഒരു കൈ കൊണ്ട് ആ ആനയെ പിടിച്ചിട്ട് അതങ്ങടെ ഭക്ഷിച്ചു. മുഖേ ചിക്ഷേപ, വായിലേക്ക് വലിച്ചെറിഞ്ഞു. ആനയെ ഒരു കൈ കൊണ്ട് എടുത്തിട്ട് വായിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി ആനയെ മാത്രമല്ല എന്നുള്ളതാണ് പറയുന്നത്. പാർഷ്ണിഗ്രാഹ അങ്കുശഗ്രാഹ യൗധഖണ്ഡാസമന്വിതം. നേരിട്ട് ആന മാത്രമായിട്ടല്ല വരണത്. ആനപ്പുറത്ത് യോദ്ധാവുണ്ട്, ആനയുടെ ഒപ്പം ആനയെ നിയന്ത്രിക്കുന്ന ആളുണ്ട്, തോട്ടി പിടിച്ചിട്ടുള്ള ആൾ. ആനയുടെ തോട്ടി എന്ന് പറഞ്ഞാൽ ആനയെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ഒരു വടിയുണ്ടല്ലോ, അതിനെയാണ് തോട്ടി എന്ന് പറയുക, ആ അങ്കുശം എന്ന് പറയുന്നത്. ആ അങ്കുശം പിടിച്ചിട്ടുള്ള ഒരാളുണ്ട്. അല്ലാതെ കണ്ട് ആനയുടെ പുറകിൽ അതിൻ്റെ ഗതിഗതികൾ നോക്കിക്കൊണ്ട് നിയന്ത്രിക്കാനായിട്ടുള്ള മറ്റൊരാളും ഉണ്ട്. അപ്പം അങ്ങനെ ഈ ഇതിനെ എല്ലാറ്റിനെയും കൂടിയിട്ട് അതാണ് പറയണത്. പാർഷ്ണിഗ്രാഹൻ വെച്ചാൽ പിൻഭാഗത്ത് നടക്കുന്നതായിട്ടുള്ള, പിൻഭാഗത്ത് യുദ്ധം ചെയ്യുന്ന ആളെയൊക്കെയാണ് സ്വതേ പാർഷ്ണിഗ്രാഹൻ എന്ന് പറയുക. ഇവിടെ ഈ വാരണത്തിനെയാണ് പറയണത് എന്നുള്ളത് കൊണ്ട് ആനയുടെ പിന്നിലുള്ളതായിട്ടുള്ള ആള്, അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള പുരുഷൻ. പിന്നെ അങ്കുശഗ്രാഹൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടി പിടിച്ചിട്ടുള്ള ആള്, ആനയെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള തോട്ടി കയ്യിലുള്ളതായിട്ടുള്ള അങ്കുശഗ്രാഹൻ. പിന്നെ യൗധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യാൻ ഉള്ളതായിട്ടുള്ള അസുരൻ. ഇപ്പം ഇങ്ങനെ മൂന്ന് പേരെയും ഇവരുടെയൊക്കെ ഒന്നിച്ചാണ്, എല്ലാവരെയും ഒറ്റ കൈകൊണ്ട് പിടിച്ചു എന്നാണ്. യൗധ ഖണ്ഡാസമന്വിതം. പിന്നെ ആനയ്ക്ക് ഉള്ളതായിട്ടുള്ള മണികൾ, ആനയുടെ അലങ്കാരമായിട്ടുള്ളതായിട്ടുള്ള മണികളൊക്കെ ഉണ്ട്, ഖണ്ഡകൾ. ആ ഖണ്ഡകളോട് കൂടി എല്ലാം ഒന്നിച്ച് ആനയെയും അതിൻ്റെ തോട്ടിയെയും പാർഷ്ണിഗ്രാഹനെയും യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള അസുരനെയും ഒക്കെ കൂടി വായിലേക്കാക്കി ഒരു കൈ കൊണ്ടെടുത്തിട്ട് എന്നാണ്. സമാദായ ഏകഹസ്തേന സമാദായ, ഒറ്റ കൈ കൊണ്ട് എടുത്ത് മുഖേ ചിക്ഷേപ, വായിലേക്ക് എറിഞ്ഞു എന്നാണ്. ചിക്ഷേപ നിക്ഷേപിച്ചു, വായിലേക്കിട്ടു എന്നുള്ളതാണ്. അപ്പം അത്രയും വലുപ്പത്തിലാണ് ഈ ദുർഗാദേവി കാളി പുറത്തേക്ക് വന്നത് എന്നാണ്. അത്രയും വലിയതായിട്ടുള്ള ഒരു ശരീരത്തോടു കൂടി ആണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ ഭീകരമായിട്ടുള്ള രൂപമായിരുന്നു. ഇതും പാലങ്ങളുള്ളതായിട്ടുള്ള മാല, വ്യാഘ്രചർമ്മം ധരിച്ച് അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ആ ദേവി വന്ന് അങ്ങനെ തൻ്റെ നേരിട്ട് വരുന്നതായിട്ടുള്ള ആ സൈന്യത്തെ മുഴുവൻ അടിച്ചു വീഴ്ത്തി, ആനപ്പുറത്ത് ഉണ്ടായിരുന്നതായിട്ടുള്ള ആനയെയും പുറത്ത് മുകളിൽ ആനപ്പുറത്തുണ്ടായിരുന്നതായിട്ടുള്ള സേരാളിയെയും പോരാളിയെയും യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ആളെയും പിന്നെ ആനക്കാരൻ തോട്ടി എല്ലാവരെയും ഒന്നിച്ച് കയ്യിലെടുത്ത് ഒരു കൈകൊണ്ട് ചുറ്റി പിടിച്ച് തൻ്റെ വായിലേക്ക് എറിഞ്ഞു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.